രാജു പി നായർ, വീട് കൊടുക്കാതിരുന്നിട്ടില്ല, വീടിന്റെ പണി ഒരു വശത്ത് നടക്കുന്നുണ്ട്, അത് നമ്മൾ കാണുന്നുമുണ്ട്. ഇപ്പോൾ തൊഴിലാളികളുടെ ക്ഷാമം അതൊരു 5-6 മാസമായി നേരിടുന്ന ഒരു പ്രശ്നമാണ് എന്നാണ് ഊരാളുങ്കൽ സൊസൈറ്റിയുടെ സിഇഒ തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊരു പ്രായോഗികമായ ബുദ്ധിമുട്ടാണ്. നമ്മളെല്ലാവരും ഇവിടെ ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ നേരിടുന്ന ഒരു പ്രശ്നമായിട്ടാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ടുള്ള വൈകല്യം അവിടെ സംഭവിക്കുന്നു. പക്ഷേ എല്ലാ കുറ്റവും തീർത്തുകൊണ്ട് കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നീളുന്നതാണ് ഈ ഈ ഈ സംഭവങ്ങൾ എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മന്ത്രി വന്ന് അവിടെ ചുരണ്ടിക്കാണിച്ചു എന്നതൊഴിച്ചാൽ വേറെന്ത് പിഴവാണ് കാണിക്കാനുള്ളത് എന്നാണ് ചോദ്യം. ശ്രീ ജയചന്ദ്രൻ രാഷ്ട്രീയം പറയണ്ട, വസ്തുതയും സത്യവും മാത്രം പറഞ്ഞാൽ മതി. അല്ലാതെ രാഷ്ട്രീയം പറയണമെന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ രാഷ്ട്രീയം പറയണ്ടെങ്കിൽ പറയണ്ട. പക്ഷെ സത്യവും വസ്തുതയും പറയണം. അങ്ങ് സത്യവും വസ്തുതയും പറയാതിരുന്നാൽ അത് ചില രാഷ്ട്രീയ നെറികേടിന് കൂട്ടുനിൽക്കുന്നതിന് തുല്യമാവുന്ന കൂടി ഞാൻ വിനയത്തോടുകൂടി അങ്ങേ ഓർമ്മിപ്പിക്കുക. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അങ്ങ് സ്മൃതിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇത് പണി കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കൈമാറിയത്? അപ്പം അതിനകത്ത് വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടായിരുന്നല്ലോ. സ്മൃതി, ഞാൻ ഈ ഉദ്ഘാടനം നടക്കുന്നതിൻ്റെ തലേ ദിവസം ഈ ടൗൺഷിപ്പിലുണ്ടായിരുന്നതാണ്. കാരണം അതിൻ്റെ തലേദിവസവും അതിൻ്റെ തലേദിവസവും 2 ദിവസവും ഉണ്ടായിരുന്നതാണ്. കാരണം പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനം ഉണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടി ഞാൻ അവിടെ പോയിരുന്നു. അവിടെ ഈ പറയുന്ന അന്ന് ഉദ്ഘാടനം ചെയ്ത 2 വീടുകൾക്കപ്പുറം 1-2 വീടുകൾ കൂടി അല്ലാതെ മറ്റൊരു വീടും പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല. ഒരു വീടും. കാരണം ഞങ്ങൾ ഇവരെ എവിടെയാണ് കൊണ്ടുവരേണ്ടതെന്നുള്ള ഉൾപ്പെടെയുള്ള പ്ലാനിങ് നടക്കുമ്പോൾ ഒരു വീടും അവിടെ പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല. വിരലിലെണ്ണാവുന്ന വീടുകൾ മാത്രം പണി കഴിപ്പിച്ചതിന് ശേഷം അതിൽ അടിസ്ഥാനപരമായിട്ടുള്ള വെള്ളമോ വൈദ്യുതിയോ ഒന്നുമില്ലാതെ എന്തിനാണ് ഈ ഉദ്ഘാടന നാടകം നടത്തിയത്? ശ്രീ ജയേന്ദ്രൻ ഇവിടെ പറയുന്ന, ഞാൻ ദുരാരോപണമായിട്ട് രാഷ്ട്രീയം ആരോപിക്കുന്നതിലാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഈ പറയുന്ന വയനാടിലെ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരുടെ ജീവിതം വെച്ച് അവർക്ക് കൊടുക്കുന്ന വീട് എന്ന് പറഞ്ഞുകൊണ്ട് മാസങ്ങൾക്ക് മുൻപേ ഇപ്പോഴും അവിടുത്തെ ബേസിക് കമ്മ്യൂണിറ്റീസ് ആയിട്ടില്ല. എന്നിട്ട് എന്തിനാണ് താക്കോൽ കൈമാറ്റം നടത്തിയത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ ചോദ്യം, നൗഫലിന്റെ വീട് മാത്രമല്ലല്ലോ. ഇന്ന് മറ്റൊരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു 8-ാം നമ്പർ വീട്ടിലും ചോർച്ച ഉണ്ടായിരിക്കുന്നു. ഈ മനുഷ്യർ മുഴുവൻ നമുക്കൊന്നും ഊഹിക്കാൻ പോലും കഴിയാത്ത, സത്യം പറഞ്ഞാൽ പിന്നീട് പലപ്പോഴും ഇരുന്ന് മുഹമ്മദ് ഹാനിയുടെ ഉൾപ്പെടെയുള്ള പലരുടെയും കഥകൾ കേൾക്കുമ്പോൾ ഞാൻ ഒരു സിനിമയിൽ പോലും നമുക്ക് കണ്ടാൽ വിശ്വസിക്കാൻ കഴിയാത്ത അത്രമാത്രം ഭീകരമായ ഒരു സാഹചര്യമായിരുന്നു. അത്രയും ഭീകരമായ ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന മനുഷ്യർ അരക്ഷിത മനസ്സുകളാണ്. അവരുടെ മനസ്സ് മുഴുവൻ അരക്ഷിതമാണ്. കാരണം അവരുടെ അന്നത്തെ രാത്രി അവരുടെ മനസ്സിലും കൂടി പോയത് അവർക്ക് ഒരു കാലത്തും ഒരു സുരക്ഷിതത്വം അവരുടെ മനസ്സിൽ കൊടുക്കുന്നവരല്ല. അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്ന ഒരു വീടാണ്. ആ വീട്ടിൽ നിങ്ങൾ എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടിയാണ് അത് ചെയ്തതെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? ഈ ഭൂമി കുലുക്കം വന്നാൽ പോലും തകരാൻ പറ്റാത്ത ഈ വീട്ടിൽ 2 മഴ പെയ്തപ്പോൾ ഈ ചോർച്ച ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങൾ പിന്നീടുള്ള ലയബിലിറ്റി ഫണ്ടിനെ കുറിച്ചും അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. മനുഷ്യർക്ക് മനസ്സിലാവുന്നതും ഒന്നുമല്ല. നിങ്ങൾക്ക് അതൊക്കെ ആ ലയബിലിറ്റിയൊക്കെ നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ ആ പുത്തുമലയിൽ കൊല്ലപ്പെട്ടവർക്ക് ശേഷം അല്ലെങ്കിൽ ദുരന്തത്തിന് ശേഷം കൊടുത്ത ഏതാണ്ട് 43-53 വീടുകളുണ്ട്. ചെന്നാൽ ആ വീടുകളുടെ അവസ്ഥ ഇപ്പോൾ ഒന്ന് നോക്കണം. അപ്പം നിങ്ങളുടെ ലയബിലിറ്റി ഫണ്ടൊന്നും അല്ലെങ്കിൽ ലയബിലിറ്റി ക്ലോസ് ഒന്നും അല്ല മനുഷ്യരെ ബാധിക്കുന്ന വിഷയം. പുത്തുമലയിൽ വെച്ചു കൊടുത്ത വീടുകളെല്ലാം തകർന്ന് തരിപ്പണമായി, അല്ലെങ്കിൽ അവിടെ ജീവിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് ഇന്ന് പോയിരിക്കുക. ഇതേ സർക്കാരിൻ്റെ കാലത്ത് നടന്ന റീഹാബിലിറ്റേഷൻ പ്രോസസ്സാണ്. അപ്പോൾ അവിടെ ഇത്രമാത്രം മനുഷ്യർക്ക് സുരക്ഷിത ബോധം ലഭിക്കേണ്ട ഒരു സ്ഥലത്ത് എന്താണ് സംഭവിച്ചത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ശ്രീ ജയചന്ദ്രൻ, വസ്തുത പറയണം, രാഷ്ട്രീയം പറയണ്ട, വസ്തുത പറയണം. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് എത്ര രൂപയ്ക്കാണ് ഈ കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത്? ആ കൊടുത്തിരിക്കുന്ന കോൺട്രാക്റ്റിൽ എന്തെല്ലാം പ്രവർത്തികളാണുള്ളതെന്ന് കരാറ് പുറത്തുവിടാത്തത് എന്തുകൊണ്ടാണ്? ശ്രീ ജയചന്ദ്രൻ പറയണം. എന്തുകൊണ്ടാണ് ഊരാളുങ്കൽ സൊസൈറ്റിക്കുള്ള കരാറ് ഇതുവരെ കൊടുക്കാത്തത്? 2, ഇതിന്റെ പിറകിൽ എത്ര സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നുണ്ട്? നിങ്ങളത് പറയണ്ടേ? ഇന്ന് CMDRFൽ 778 കോടി വന്നതിനു ശേഷം ആ 778 കോടിയിലെ ചെലവ് ഏകദേശം 146 കോടി കഴിഞ്ഞാൽ 606 കോടി രൂപ CMDRFൽ കിടപ്പുണ്ട്. 606 കോടി രൂപ. ആ 606 കോടി രൂപ അവിടെ വെച്ചുകൊണ്ട് ഈ പാവപ്പെട്ട ദുരിതബാധിതരായിട്ടുള്ള ജനങ്ങൾക്ക് അടിസ്ഥാനകരമായിട്ടുള്ള കാര്യങ്ങൾ പോലും ചെയ്യാതിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഞാൻ ഒരാളുടെ കഥ പറയാം. അണ്ണയ്യൻ എന്ന് പറഞ്ഞൊരു കർഷകനോടെ ഉണ്ടായിരുന്നു. അണ്ണയ്യൻ, ഞാൻ അതിനുശേഷം സെപ്റ്റംബറിൽ അവിടെ പോയതാണ്. അവിടെ ചെന്ന് ഇദ്ദേഹത്തോട് ഞങ്ങൾ സംസാരിച്ചതാണ്. അണ്ണയ്യന് 2.5 ഏക്കർ കൃഷി ഉണ്ടായിരുന്നു. ആ 2.5 ഏക്കർ കൃഷിയിൽ അദ്ദേഹത്തിന് 10,000ങ്ങളുടെ വരുമാനം ഒരു മാസം ഉണ്ടായിരുന്നു. ഇന്ന് ആ അപകടം കഴിഞ്ഞതോടെ അണ്ണയ്യൻ എല്ലാം നഷ്ടപ്പെട്ടു.
അണ്ണൻ ഇന്ന് കൽപ്പറ്റയിൽ ഒരു ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുകയാണ്. ഓട്ടോറിക്ഷ ഓടിച്ച് ഒരു ദിവസം 130 രൂപയാണ് അവർക്ക് അങ്ങേക്ക് കിട്ടുന്ന ലാഭം. മനസ്സിലായില്ലേ? അദ്ദേഹത്തിന് ക്യാൻസർ പിടിപെട്ടിരിക്കുകയാണ്. ക്യാൻസർ പിടിപെട്ടിട്ടും ഇന്ന് അദ്ദേഹം ഓട്ടോ ഓടിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, അദ്ദേഹത്തെ ഒന്ന് ഫോൺ ചെയ്തു. ഫോൺ ചെയ്തപ്പോഴത്തേക്ക് അദ്ദേഹം എടുത്തു, പോലീസ് അദ്ദേഹത്തിന് ഫൈൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു ദുരിതബാധന്റെ ജീവിതത്തിന്റെ അവസ്ഥ. അദ്ദേഹം പറയുന്നത് അറിയോ, എനിക്ക് നിങ്ങൾ ഒന്നും തരണ്ട, എൻ്റെ കൃഷിയിടത്തിൽ കിടക്കുന്ന കല്ലും മരവും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളും അവിടെ വന്നിരിക്കുന്ന ഡെബ്രിസ് ഒന്ന് എടുത്തു മാറ്റി തന്നാൽ മതി, ഞങ്ങൾ കൃഷി ചെയ്ത് ജീവിച്ചോളാം. അണ്ണയ്യന്റെ മാത്രം കഥയല്ല. എന്തുകൊണ്ടാണ് 606 കോടി രൂപ അവിടെ കിടന്നതിന് ശേഷം ഈ 2 വർഷമാകുമ്പോഴും അവിടുത്തെ ഡെബ്രിസ് ക്ലീൻ ചെയ്യാൻ പറ്റാത്തത് എന്താ? അത് കൃഷിയോഗ്യമാക്കാൻ പറ്റാത്തത് എന്താ? നോഗോ സോണാണ്. അവിടെ വീട് വെക്കേണ്ട, നിർമ്മാണം വേണ്ട, അവിടെ താമസിക്കേണ്ട, ഒന്നും വേണ്ട. പക്ഷെ അവർക്ക് കൃഷി ചെയ്യാൻ, അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യം ഈ 606 കോടി രൂപ കയ്യിൽ കിടക്കുമ്പോൾ എന്തുകൊണ്ട് ചെയ്തു കൊടുക്കുന്നില്ല? ഞങ്ങൾ കഴിഞ്ഞ സെപ്റ്റംബറിൽ, നിങ്ങൾ വേണമെങ്കിൽ റെക്കോർഡ് എടുത്തോ, അവിടെ 13 പേര് ഗുരുതരമായിട്ട് ചികിത്സ അപകടം പറ്റിയ 13 പേർക്ക് വിംസ് ആശുപത്രിയിൽ അവർക്ക് ചികിത്സാ സഹായം ലഭിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധി 13 പേരെയും കൊണ്ട് കളക്ടറുടെ മുന്നിൽ പോയതാണ്. നിങ്ങൾക്ക് വേണേൽ പരിശോധിക്കാം. കളക്ടറുടെ മുന്നിൽ ചെന്നു. കളക്ടർ എടുത്തപ്പോൾ കളക്ടർ അവിടെ നിന്ന് അവസാനം ആ ഇടപെടലിന് ശേഷമാണ് അത് പരിഹരിച്ചത്. 606 കോടി രൂപ CMDRF-ൽ കിടക്കുമ്പോൾ ഈ പാവപ്പെട്ട ദുരിതബാധിതർക്ക് ആ ദുരന്തത്തിന്റെ ഭാഗമായിട്ടുള്ള ഗുരുതരമായ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള പണം കൊടുക്കാൻ എന്തുകൊണ്ട് കൊടുത്തില്ല? മനസ്സിലായില്ലേ? പിന്നെ മറ്റൊരു കാര്യം, ഈ 606 കോടി രൂപയാണോ സ്മൃതി, ഇത് പ്രോജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റിലേക്ക് പൈസ വന്നിട്ടില്ലേ? പ്രോജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റിലാണ് കർണാടക സർക്കാർ കൊടുത്ത 20 കോടി വന്നത്. ആ സർക്കാരിന്റെ ഉത്തരവിന്റെയിലുണ്ട്, വേണേ തരാം. പ്രോജക്ട് ഇംപ്ലിമെന്റേഷന്റെ ഫണ്ടിലേക്കാണ് വന്നത്. DYFI കൊടുത്തു എന്ന് പറയപ്പെടുന്ന ഊരാളുങ്കലിന്റെ പൈസ എന്ന് ഞങ്ങൾ ആരോപിക്കുന്ന ഊരാളുങ്കൽ കൊടുത്ത CSR ഫണ്ട്, DYFIക്ക് വേണ്ടി കൊടുത്ത ഫണ്ട്, ആ ഫണ്ട് വന്നത് PIU-ലാണ്. അപ്പൊ PIU-ൽ എത്ര രൂപ കിട്ടിയെന്ന് ജയചന്ദ്രൻ രാഷ്ട്രീയം വേണ്ട, സത്യസന്ധമായി പറയാവോ? അങ്കമാലിയിലെ കാനറ ബാങ്കിന്റെ അക്കൗണ്ടിൽ PIU-ൽ എത്ര കോടി രൂപ? 40 കോടി നമുക്കറിയാവുന്നുണ്ട്. ബാക്കി എത്ര കോടി രൂപ അവിടെ വന്നു? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഈ ചോദ്യത്തിന് ഉത്തരം? ഇനി SCSA ഫണ്ട് വന്നു ഇല്ലേ? അതുപോലെ തന്നെ മറ്റേ PDNA-യുടെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ 269 കോടി കൊടുത്തു. 269 കോടി നമ്മൾ 2000 ചില്ലാനും കോടിയാണ് ആവശ്യപ്പെട്ടത്, 269 കോടിയാണ് കൊടുത്തത്. അതുകൂടാണ്ട് ഈ പറയുന്ന 529 കോടി ഞാൻ നേരത്തെ പറഞ്ഞത്, അതിനകത്ത് പൈസ വന്നു. 1000 കോടി രൂപ ഈ CMDRF ഫണ്ടിന് പുറമെ ഈ വയനാട് ദുരന്തത്തിന്റെ പേരിൽ കിട്ടി. എന്തു പണി അവിടെ ചെയ്തിട്ടുണ്ട്? നിങ്ങൾ ഈ ടൗൺഷിപ്പിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ടൗൺഷിപ്പ്. ഞാൻ ചോദിക്കട്ടെ, ആ പുഞ്ചിരിമട്ടത്ത് തകർന്നു പോയ സ്കൂളിലെ 2 വർഷമായിട്ട് ആ സ്കൂൾ നിർമ്മിക്കാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആ കുട്ടികൾ ഇന്ന് എവിടെ പഠിക്കുന്നത്? മറ്റു പല സ്ഥലങ്ങളിലല്ല പഠിക്കുന്നത്. അവർക്ക് പഠിക്കാനുള്ള സ്കൂള് തയ്യാറാക്കാൻ നിങ്ങൾ പറ്റിയിട്ടുണ്ടോ? ഇന്ത്യൻ സൈന്യം ഉണ്ടാക്കിയ ബെയിലി പാലം, ആ ബെയിലി പാലത്തിന് മാറ്റി. എന്താ ബെയിലി പാലം വെച്ചപ്പോൾ ഇന്ത്യൻ സൈന്യം പറഞ്ഞത്, പുതിയൊരു പാലം ഉണ്ടാവുമ്പോൾ ഞങ്ങൾ ബെയിലി പാലം പൊളിച്ചുകൊള്ളാം. ഈ പുതിയ പാലം എന്തുകൊണ്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല? പണം കിട്ടിയില്ലേ? ആവശ്യം പോലെ പണം കൈ കിട്ടിയില്ലേ? എന്തുകൊണ്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല? നിങ്ങളൊരു ടൗൺഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പിറകിൽ ഈ പാവപ്പെട്ട ദുരന്തബാധിതരുടെ മുഴുവൻ അവരുടെ ജീവിതാവസ്ഥയെ ദുരുപയോഗം ചെയ്യാം. 8 സെന്റ് സ്ഥലവും 1000 സ്ക്വയർ ഫീറ്റ് വീടും കൊടുത്തു എന്നാണ് പറയുന്നത്. അവരുടെ മനുഷ്യൻ, നിങ്ങൾ PDNA റിപ്പോർട്ട് എടുത്ത് നോക്കുക. ഈ പാവപ്പെട്ട മനുഷ്യർക്ക് നഷ്ടപ്പെട്ടത് എന്താന്ന് നോക്കുക. ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായി അവർക്ക് നഷ്ടം സംഭവിച്ചാൽ അവരുടെ ആസ്തികൾ എന്താന്ന് നോക്കണ്ടേ? ഏക്കർ കണക്കിന് സ്ഥലമുണ്ടായിരുന്ന മനുഷ്യർ പലിശയ്ക്ക് പണമെടുത്ത് അല്ലെങ്കിൽ ലോൺ എടുത്ത് വീട് വെച്ചിട്ട് 1 മാസം പോലും ആവാതെ ആ വീട് നഷ്ടപ്പെട്ടു പോയവർ, ഇവരുടെ എല്ലാം നഷ്ടം എന്താണെന്ന് സർക്കാർ വിലയിരുത്തി അവർക്ക് ആ നഷ്ടപരിഹാരം കൊടുക്കണ്ടേ? 606 കോടി രൂപ അവിടെ കിടപ്പില്ലേ 2 വർഷമായിട്ട്? എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? അപ്പോ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.